ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, അങ്ങനെ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് വേണമെങ്കിൽ നമുക്ക് ഡൊമിനിക് ആൻഡ് സോ എന്ന് പറഞ്ഞ് 10 പടം വേണമെങ്കിലും ഇറങ്ങാം. അങ്ങനത്തെ രീതിയിലുള്ള ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവിൻ്റെ കഥ പറയുന്ന ഒരു സിനിമയാണ് അസിസ്റ്റൻ്റ് ആയിട്ട് അല്ലെങ്കിൽ വാട്സൺ ആയിട്ട് വരുന്നത് നമ്മുടെ സ്വന്തം ഗോകുൽ സുരേഷാണ്. ഷെർലക് ഹോംസ് ഒബ്വിയസ്ലി മമ്മൂക്ക. പടം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് GVM ആണ്, ഗൗതം വാസുദേവ് മേനോൻ. ഒരുപാട് നാളായി പുള്ളിക്കാരൻ്റെ മറ്റേ ധ്രുവങ്ങൾ നക്ഷത്രം ഇന്ന് വരും, നാളെ വരും, മറ്റന്നാൾ വരും എന്ന് പറഞ്ഞിട്ട് ഇനി ഒരിക്കലും വരൂല എന്നാണ് കേട്ടിട്ടുള്ളത്. എന്താണെങ്കിലും അത് വരട്ടെ. പുള്ളിയുടെ ഡയറക്ഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരുമാതിരി എന്താ പറയുക, എല്ലാ പടങ്ങളൊന്നും അല്ലെങ്കിലും പുള്ളിയുടെ ചില സാധനങ്ങളൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്നൊക്കെ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചൊരു വേളയുടെ പോലത്തെ ഒരു എഡ്ജ് ഓഫ് ദ സീറ്റ്, ഒരു ഭയങ്കര ഫാസ്റ്റ് പേസിലൊക്കെ പോകുന്ന ഒരു വേറെ ലെവൽ ഒരു സാധനമായിരിക്കും എന്ന് പ്രതീക്ഷിച്ച് പോകുന്നവർക്ക് ഇത് നിരാശയായിരിക്കും. വളരെ സിമ്പിൾ ആൻഡ് ഒരു ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരു ഫിലിമായിട്ടാണ് എനിക്ക് ഈ സിനിമ ഫീൽ ചെയ്തത്. എസ്പെഷ്യലി ഇതിൻ്റെ ഒരു പേസിംഗ് ഒക്കെ ആണെങ്കിലും ഒരു പക്ക ഇൻവെസ്റ്റിഗേഷൻ ആയിട്ടാണ് ഇതിൽ കാണിക്കുന്നത്. അതായത് സ്ലോ ആൻഡ് സ്റ്റഡി ഓരോന്നായിട്ട് ഇങ്ങനെ നമ്മൾ മുന്നിലോട്ട് കാണിച്ച് തന്ന് നമുക്ക് ക്ലൂസൊക്കെ തന്ന് പുള്ളിയും ക്ലൂ ഫൈൻഡ് ചെയ്തിട്ട് ലാസ്റ്റ് ഒരു നല്ലൊരു കൺക്ലൂഷനിൽ കൊണ്ട് നിർത്തുന്ന ഒരു നല്ലൊരു സിനിമ. ഇതിനെ ഞാനൊരു കിടിലം ഔട്ട് ഓഫ് ദ വേൾഡ് വാവ് ട്വിസ്റ്റ് വേറെ ലെവല് മറ്റേ അമ്മാതിരിയൊന്നുമല്ല, വളരെ സിമ്പിളായിട്ട് എന്നാൽ റിയാലിറ്റിയിൽ നിന്ന് എടുത്ത ഒരു ഫിലിമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഫൈറ്റ് സീക്വൻസസൊക്കെ ഞാൻ പറഞ്ഞത് അതാണ്. ഫൈറ്റ് സീക്വൻസ് നിങ്ങൾ വിചാരിക്കും ഇതെന്താ ഇങ്ങനെ ഒരു പതുക്കെയൊക്കെ കൈപിടി നമ്മൾ അടികൂടുമ്പോൾ എങ്ങനെയാണ്, അതുപോലെയൊക്കെ തന്നെ പുള്ളി അത്യാവശ്യം ട്രെയിനിങ് ഒക്കെ കിട്ടിയ ഒരു പോലീസ് ഓഫീസറാണ്, എക്സ് പോലീസ് ഓഫീസറാണ്. അപ്പോൾ പുള്ളി നോസ് ഹൗ ടു ഡു ഹാൻഡ് ടു ഹാൻഡ് കോമ്പാറ്റ്. മനസ്സിലായല്ലോ, ഒരു 5-6 പേര് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് അറിയാവുന്ന രീതിയിൽ ആ ഒരാൾ എങ്ങനെ ഫൈറ്റ് ചെയ്യും. അതുപോലെ അല്ല നമുക്കൊരിക്കലും റിയൽ ലൈഫിലും റോക്കി വായ പോലെ ഒന്നും പറ്റൂല. അപ്പോൾ ആ ലെവലിലുള്ള ഒരു സ്റ്റണ്ട് കോറിയോഗ്രാഫിയൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ആൻഡ് റൈറ്റിംഗ് ക്രെഡിറ്റ്സ് നമുക്കിവിടെ ഗൗതം വാസുദേവ് മേനോനാണ് സ്ക്രീൻ പ്ലേ ആൻഡ് ഡയലോഗ്, നീരജ് രാജൻ്റെ സ്ക്രിപ്റ്റ്, സൂരജ് രാജൻ്റെയും സ്ക്രിപ്റ്റാണ്. ആൻഡ് വി ഹാവ് മ്യൂസിക്. കേട്ടോ, മ്യൂസിക് ഒരു പുതിയ ആളാണ്, ദർബൂക്ക ശിവ. ഏതോ തമിഴ്നാട്ടിലുള്ളൊരു ചേട്ടനാണെന്ന് തോന്നുന്നു കേട്ടോ, ദർബൂക്ക ശിവ പുള്ളിയാണ് മ്യൂസിക് ചെയ്തേക്കുന്നത്. ഇതിലൊരു ചില പാട്ടുകളൊക്കെ നൈസാണ്. ഞാൻ വളരെ ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് തോന്നും. അത് ചില സമയത്തൊക്കെ നമുക്ക് ഈ സിറ്റുവേഷനിൽ ഇങ്ങനത്തെ ഒരു പാട്ട് വേണോ എന്ന് ചിന്തിക്കുന്ന രീതിയിലുള്ള, അത് ഗൗതം മേനോൻ്റെ ഒരു ടിപ്പിക്കൽ സാധനമാണല്ലോ. അപ്പോൾ അതേപോലത്തെ സാധനങ്ങളാണ് ഇവിടെ വരുന്നത്. ക്ലൈമാക്സിലൊരു പരിപാടിയൊക്കെ പിടിച്ചിട്ടുണ്ട്, കിടിലമാണ്. ഇതിൽ ഒരു ഡാൻസറിൻ്റെ ഒരു സാധനമൊക്കെ ഉണ്ട്, ദാറ്റ് വാസ് സൂപ്പർ. ആ സീനൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് സിനിമാറ്റോഗ്രഫി ബൈ വിഷ്ണു ആർ ദേവ് എന്ന് പറയുന്ന വ്യക്തിയാണ്. പിന്നെ എഡിറ്റ് ചെയ്തിരിക്കുന്നത് ആൻ്റണി. ഞാൻ എല്ലാം പുതിയ, എനിക്ക് തോന്നുന്നു പുള്ളിക്കാരൻ്റെ ഏതോ പുതിയ കമ്പനി ടീംസാണ് എന്തോന്ന് ഇത് ചെയ്തേക്കുന്നത്. ആർട്ട് ഡിസൈൻ ചെയ്തേക്കുന്ന അരുൺ ജോസ് ആണ്. ആ പുള്ളിക്കാരൻ്റെ വീടും കാര്യങ്ങളും ഒക്കെ ആ ഒരു ആംബിയൻസ് സെറ്റ് ചെയ്തേക്കുക അടിപൊളിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് ശ്രീകുമാർ BE, ജോബിൻ ജയൻ, M കാർത്തികേയൻ, ശരത് കുമാർ മരിപ്പൻ, കൃഷ്ണമോഹൻ, തപസ് നായക്, തപസ് റിക്കോർഡ്സ്. അതിപ്പോൾ തപസ് റിക്കോർഡ്സാണ് സിങ് സൗണ്ട് ചെയ്തേക്കുന്നത്. ഇത് സിങ് സൗണ്ടാണ് കേട്ടോ ഈ പടം ചെയ്തേക്കുന്നത്. അതായത് സെറ്റിൽ തന്നെ ഇത് ആംബിയൻസ് സൗണ്ടൊക്കെ വെച്ചിട്ട് എടുത്ത് റെക്കോർഡ് ചെയ്ത് അങ്ങനത്തെ പരിപാടിയാണ്. എന്താണെങ്കിലും സ്റ്റണ്ട് ചെയ്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ കലൈ കിങ്സ്റ്റണൊക്കെയാണ് സ്റ്റണ്ട് ചെയ്തേക്കുന്നത്. സന്തോഷ്, സുപ്രീം സുന്ദർ 3 പേരും ചെയ്തിട്ടുണ്ട്. ഞാൻ ഭയങ്കര നിങ്ങൾ ഇവരെയൊക്കെ പേര് കേൾക്കുമ്പോൾ മറ്റേ അയ്യോ മാർക്കോ ലെവല് മറ്റേ കോറിഡോർ ഫൈറ്റ് അതൊന്നുമല്ല, വളരെ സിമ്പിൾ ഫൈറ്റ്, സിമ്പിൾ കുറച്ച് ഹ്യൂമേഴ്സ്. ഇതിൽ മറ്റേ പാസ്വേഡ് ക്രാക്കൊക്കെ ചെയ്യണ ഒരു സാധനമൊക്കെ ഉണ്ട്, അത് നൈസായിരുന്നു. അതാണ് പറയുന്നത്, നമുക്ക് അവരെയൊക്കെ തന്നെ പടങ്ങളെയും ഒക്കെ നല്ല രസമായിട്ട് സിനിമ പോയിട്ടുണ്ട്. പിന്നെ നമുക്ക് കാസ്റ്റിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ഗോകുൽ സുരേഷ് ഗംഭീരമായിരുന്നു, മമ്മൂക്ക, അതേപോലെ നമ്മുടെ സിദ്ദീഖ ചെറിയൊരു സീൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിലൊരു 1 ഷോട്ട് സീനുണ്ട്, സിദ്ദീഖ മമ്മൂക്ക വേറൊരു ആക്ട്രസുമായിട്ട്. ആ ഒരു സീൻ മമ്മൂക്കായും സിദ്ദീഖും ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു വൈഡ് ഫ്രെയിമിൽ ആ ഒരു സാധനം രസമായിട്ട് തോന്നുന്നത്. അതിന് പിന്നെ വഫ ഖദീജയുണ്ട്, വിനീതുണ്ട്, പഴയ നമ്മുടെ വിനീത് നല്ല കിഡിലായിട്ടൊക്കെ പെർഫോം ചെയ്തിട്ടുണ്ട്. അതിലൊരു കിഡിലെ സീനുണ്ട്, ഒരു ഇൻ്റർലൊക്കേഷൻ സീനൊക്കെ. ലെനയുണ്ട്, വിജയബാബു ഉണ്ട്, ഷൈൻ ടോം ചാക്കോ ഉണ്ട്, ഒരു മിന്നായം പോലെ വന്ന് പോകുന്ന ഒരു ഷൈൻ ടോം ചാക്കോ ഉണ്ട്. ഒരു പുതിയൊരു നടി, ഐ തിങ്ക് ഷീസ് ഓൾസോ ഫ്രം തമിഴ്നാട്, പുള്ളിക്കാരി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിപ്പോൾ ഒരു സിംപ്ലിഫൈ ആയിട്ട് പറയാനാണെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഇൻവെസ്റ്റിഗേഷൻ പടമാണ്. ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്നെനിക്ക് പറയാൻ തോന്നുന്നില്ല, ഇൻവെസ്റ്റിഗേറ്റിംഗ് ഒരു പടമാണ്. ഐ തിങ്ക് ഒരു സെക്കൻഡ് ഹാഫിൻ്റെ അതായത് ഒരു ഇൻട്രോഗേഷൻ സീനുണ്ട്. ആ സീൻ തൊട്ട് പിന്നെ പടം ഒരു ഫാസ്റ്റ് പേസിലോട്ടങ്ങ് ഗിയർ ഷിഫ്റ്റ് ചെയ്ത് അങ്ങ് പോകും. അതാണ് പറയുന്നത്, വളരെ ഇങ്ങനെയാണ് പടം പോകുന്നത്. ഗ്രാഫ്
എനിക്ക് സത്യം പറഞ്ഞാൽ ഐ റിയലി എൻജോയ് ദിസ് മൂവി. ബട്ട് ട്രസ്റ്റ് മീ, ഡോണ്ട് എക്സ്പെക്ട് ആൻ 5-ാം പാതിര. ഏതോ ഒരു റീല് ഞാൻ കണ്ടായിരുന്നു. രേഖാചിത്രം എന്തായിരുന്നു? രേഖാചിത്രം നിങ്ങൾ വിചാരിക്കുന്ന ഒരു എഡ്ജ് ഓഫ് ദ സീറ്റ് ഒന്നുമല്ല, അതൊരു 5-ാം പാതിര എന്ന് പ്രതീക്ഷിക്കുന്നത്. ആരാണ് 5-ാം പാതിര രേഖാചിത്രത്തിൽ പ്രതീക്ഷിച്ചത്? ഞാൻ പ്രതീക്ഷിച്ചില്ല. നമ്മളിപ്പോൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും 5-ാം പാതിര എടുത്ത് തലയിൽ വെക്കരുത്. അത് അങ്ങനത്തെ ഒരു മൂഡ് സെറ്റ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു ഫാസ്റ്റ് പേസ് ആയിട്ടുള്ള ഒരു എഡ്ജ് ഓഫ് ദ സീറ്റ് പടമാണ്. ഇത് അങ്ങനത്തെ ഒരു സിനിമ അല്ല. ദിസ് ഈസ് എ പ്യുവർ ഇൻവെസ്റ്റിഗേഷൻ മൂവി. അല്ല, നിങ്ങൾക്ക് ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിൽ നിങ്ങൾക്ക് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റിയ ഈ സിനിമയുടെ ക്ലൈമാക്സ് നിങ്ങൾക്ക് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പം എന്താണെങ്കിലും ഐ ലവ് ദ മൂവി. ഇറ്റ് വാസ് വെരി നൈസ്. മമ്മൂക്ക യെറ്റ് അഗെയിൻസ്റ്റ് ചൂസ് ദ കിടിലം സ്ക്രിപ്റ്റ്. ഇനി വരട്ടെ അടുത്ത വിനായകൻ നടനും മമ്മൂക്ക വില്ലനും. ആ പടമൊക്കെ ഞാൻ ആലോചിക്കുകയാണ് എങ്ങനെയാണ്. സോ ഹാപ്പി മാൻ. നമ്മളുടെ സീനിയർ ആക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ ആലോചിക്കും, നമ്മളുടെ യങ് ആക്ടേഴ്സിന് തന്നെ പുള്ളി ഒരു വലിയ ഇൻസ്പിറേഷനാണ്. അതായത് ബാക്കിയുള്ള എല്ലാവരും എൻ്റെ ഇമേജ് തകരും, എനിക്ക് ഇങ്ങനത്തെ പടങ്ങൾ പറ്റില്ല, ഇതിനൊരു ത്രില്ലില്ല എന്നൊക്കെ സ്ക്രിപ്റ്റുകളൊക്കെ എടുത്ത് വിളയെ കളയുന്നിടത്ത് മമ്മൂക്കായ പോലൊരാൾ ഇങ്ങനത്തെയൊക്കെ വെറൈറ്റി സാധനങ്ങൾ ചെയ്യുമ്പോൾ ഈവൻ ദ യങ് ആക്ടേഴ്സ് വിൽ ബി ലൈക്ക് പുള്ളി ഇത്രയും ലെജൻഡായിട്ടുള്ള മനുഷ്യൻ ഇങ്ങനെ സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുന്നു, പിന്നെ ഞാനും എക്സ്പെരിമെൻ്റ് ചെയ്യും എന്നൊരു സാധനം ഒരു ഇൻസ്പിറേഷനായിട്ട് ചെയ്യുന്നതുണ്ടല്ലോ മമ്മൂക്ക. അഗൈൻ ബിഗ് സല്യൂട്ട്, ബിഗ് സല്യൂട്ട്. ഒന്നും പറയാനില്ല. കീപ് പൊളിക്കലിംഗ് ബ്രോ, കീപ് പൊളിക്കലിംഗ്. സോറി ബ്രോ എന്നൊക്കെ. ആൻഡ് ദിസ് ഇസ് സ്ട്രിക്ട്ലി മൈ ഒപ്പീനിയൻ ഗൈസ്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് പറയുക. താഴെ ഡെഫിനറ്റ്ലി വന്ന് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഗൈസ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോകുന്നു. ബൈ.